السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال النبي صلى الله عليه وسلم: خمس ليال لا ترد فيهن دعوة: أول ليلة من رجب، وليلة النصف من شعبان، وليلة الجمعة، وليلة الفطر، وليلة النحر. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. وخالف الصلحاء نلت الصلاح بهم لأنهم في وجوه الأرض أقمار. ماء الكنيف إذا ما سال مختلطا ماء في نهر فزالت منه أقدار. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. إلهي لست للفردوس أهلا ولا أقوى على نهر الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. وعلى أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതിന് അവന്റെ അടുക്കൽ പ്രതിഫലം അർഹിക്കുന്ന അമലായി നമ്മളിൽ നിന്ന് വാഗ്ദാന സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ച മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല ദിവസത്തിന്റെ, മാസത്തിന്റെ, മണിക്കൂറിന്റെ, സെക്കൻഡിന്റെ ഹക്കുജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചവർക്ക് അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്ന മാസം ഏതാ നിങ്ങൾക്കറിയില്ല? ഏതാ? റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. റജബ് മാസം വല്ലാത്ത ബഹുമാനമുള്ള മാസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെ? ഏകദേശം റജബ് മാസം ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പഠിച്ചതിനെ എനിക്കറിയാം, ഒരു നനച്ചുകുളി എന്നുള്ളൊരു സമ്പ്രദായം. അല്ലെ? നനച്ചുകുളി എന്ന് വെച്ചാൽ വീടും പരിസരവും വീടിന്റെ ജനാലയും എല്ലാതും ഒന്ന് വൃത്തിയാക്കി വെക്കുന്ന പഴയ കാലത്തിൽ നടന്നു വരുന്നൊരു സമ്പ്രദായം. അത് റജബ് മാസം ആഗതമാകുമ്പോ നമ്മുടെ ഉമ്മമാരും നമ്മുടെ പ്രപിതാക്കളായ ആളുകൾ ഇങ്ങനെ പറയും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഒരു നനച്ചുകുളി എന്നുള്ള പേരിൽ, പലയിടത്തും പല പേരാണ്, നനച്ചുകുളി എന്നുള്ള പേരിൽ എന്ത് ചെയ്യും? എല്ലാവരും അവരവരുടെ വീടുകളും പള്ളികളും മദ്രസകളും ഒക്കെ സകല ഭാഗങ്ങളും വൃത്തിയാക്കുന്നൊരു സാഹചര്യം. അത് എന്തുകൊണ്ടാണ്? അത് റജബ് മാസം ആഗതമായപ്പോ നമുക്ക് ആ മാസത്തിനോടുള്ള ബഹുമാനമാണ്. എന്തേ ആ മാസത്തിന് ബഹുമാനിക്കാൻ നമ്മളോടുള്ള കൽപ്പന എന്താണ്? കാരണം അത് നാം ശരിക്കും മനസ്സിലാക്കണം. സാധാരണ മാസങ്ങളെ പോലെ ഈ മാസത്തെ കണ്ടുകൂടാ. വരാനിരിക്കുന്ന മാസങ്ങളെ കണ്ടുകൂടാ. അത്രക്കും വലിയ ബഹുമാനമാണ് ഈ മാസത്തിനെ കുറിച്ച്. നിങ്ങൾക്കറിയില്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. ഇബ്നു ഹൈകം അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. റജബു ശഹ്റുല്ലാഹ് വശഅബാനു ശഹരി റമളാനു ശഹരി ഉമ്മത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബുൻ ശഹ്റുല്ലാഹ്,
റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ എന്റെ മാസമാണ്. അല്ലാഹു തആല പറയാണ് റജബും ശഹറുല്ലാഹ്, റജബ് മാസം എന്ന് പറഞ്ഞാൽ എന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അതെന്റെ മാസമാണ്, നബി തങ്ങളുടെ മാസമാണ്. എന്നാൽ റമദാനു ശഹരി ഉമ്മത്തി, എന്നാൽ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അവിടുന്ന് പറയുകയാണ്. അതിൽ വെച്ച് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബായ ഹാബിലുൽ ഫതാവിൽ അവിടുന്ന് പറയുന്നതായിട്ട് കാണാം. ഖാലൽ ഉലമാഉ റഹിമഹുല്ലാഹു അൻഹും, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് റജബും ശഹറുല്ലാഹ് വശഅബാനു ശഹരി റമദാനു ശഹരി ഉമ്മത്തി എന്ന ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ് റജബുൻ ശഹറുൽ ഇസ്തിഗ്ഫാർ, റജബ് മാസം എന്ന് പറഞ്ഞാൽ എന്റെ മാസമാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അത് ശഹറുൽ ഇസ്തിഗ്ഫാർ, അത് ഒരുപാട് പാപമോചനം നടത്തേണ്ടുന്ന മാസമാണ്. ഒരുപാട് പാപമോചനം നാം നടത്തേണ്ടുന്ന മാസമാണ് ഈ റജബ് മാസം എന്ന് പറഞ്ഞാൽ. എങ്ങനെ പാപമോചനം നടത്തണം എന്നും പണ്ഡിതന്മാര് പറയുകയാണ്. അതേ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റജബ് മാസം ഒരു മനുഷ്യനിക്ക് അനുകൂലമായാൽ മാത്രമേ അവനിക്ക് ശഅബാൻ മാസം അനുകൂലമാകൂ. ഇനി ശഅബാൻ മാസം ഒരാൾക്ക് അനുകൂലമായാൽ മാത്രമേ പരിശുദ്ധ റമദാൻ മാസം അവനിക്ക് അനുകൂലമാകൂ. ഒരു മനുഷ്യനിക്ക് പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായാൽ മാത്രമേ റമദാനിന്റെ വലിയ പവിത്രതയാർന്ന ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്ർ എന്നാണ് അതിന്റെ പേര്. ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ മാസങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകണം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് റജബും ശഹറുല്ലാഹ്, റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ്. ആ റജബ് മാസം എന്താണ്? അത് ശഹറുൽ ഇസ്തിഗ്ഫാർ, പാപമോചനം നടത്തേണ്ടുന്ന മാസമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് വശഅബാനു ശഹറുസ് സ്വലാത്തു അലൻ നബിയിൽ മുഖ്താർ സല്ലല്ലാഹു തആല അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. എന്നാൽ ശഅബാൻ മാസം എന്റെ മാസമാണെന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ആ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നവരാകണം. ഒരുപാട് നിങ്ങൾ പാപമോചനം നടത്തുകയാണ്. നിങ്ങൾ പാപമോചനം ഇങ്ങനെ നടത്തുമ്പോ നിങ്ങൾ ഹൃദയം ഇങ്ങനെ ശുദ്ധിയാവാണ്. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ റജബ് മാസത്തിൽ നിങ്ങൾ പാപമോചനം നടത്തിയതിന്റെ പേരിൽ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദപ്രകടനം നടത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് നന്നാവുകയാണ്. ആ നന്നായ മനസ്സിന് ഒന്നുകൂടി അവിടുന്ന് മോട്ടിഫിക്കേഷൻ ചെയ്യുകയാണ് റജബ് ശഅബാൻ മാസത്തിൽ. ആ ശഅബാൻ മാസമായപ്പോ നിങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ഇങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ സ്വലാത്ത് ചെല്ലലിലൂടെ നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരികെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ് വറമദാനു ശഹരിൽ ഖുർആൻ, ഈ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പാപമോചനം നടത്തലിലൂടെ, ഒരുപാട് സ്വലാത്ത് ചെല്ലലിലൂടെ നിങ്ങൾ പരിശുദ്ധ ഖുർആനിനെ വരവേൽക്കാൻ വേണ്ടി നിങ്ങൾ സന്നദ്ധരാവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായി. ഈ റജബ് മാസത്തെ ബഹുമാനിച്ച് നാം എന്ത് ചെയ്യണം? അമലുകൾക്ക് വ്യഗ്രത കൂട്ടണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? കഴിഞ്ഞ മാസങ്ങളെ ഈ മാസത്തിൽ കണ്ടുകൂടാ. കഴിഞ്ഞ മാസങ്ങളെ പോലെ ഈ മാസത്തെ നാം കണ്ടുകൂടാ. റജബ് മാസമായാൽ നമ്മുടെ ജീവിതം ഇന്നലത്തെയും അതുപോലെ തന്നെ മിഞ്ഞാത്തതെയും ദിവസം പോലെയാണ് നമ്മുടെ ജീവിതം. നാളത്തെ ജീവിതമാണെങ്കിൽ നമുക്ക് രക്ഷയില്ല. ഈ റജബ് മാസം ആയതിന്റെ പേരിൽ നാം ഒരു ഉടമ്പടി നമ്മുടെ സ്വശരീരത്തിനോട് നാം നടത്തണം. നമ്മുടെ ശരീരത്തിനോട് ഒരു ഉടമ്പടി നടത്തണം. എന്താണ്? ഇന്നലെ ജീവിച്ച പോലെ ഒരു ജീവിതമല്ല ഇത് ഞാൻ ജീവിക്കേണ്ടത്. ഇന്നലെ ജീവിച്ച പോലത്തെ ഒരു ജീവിതമല്ല ഞാൻ ഇവിടെ ജീവിക്കേണ്ടത് എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം.
സഹോദരങ്ങളെ, ഏത് സമയത്താണ് മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആളുകള് സുബ്ഹാന ജല്ല ജലാലുഹു പ്രായം അധികരിച്ച ആളുകളല്ല ഇപ്പോൾ മരിക്കുന്നത്. ആണോ? അല്ല, വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. വളരെ ചെറുപ്പക്കാരായ 40-ന്റെയും 45-ന്റെയും ഇടയിലുള്ള പ്രായപരിധിയിലുള്ള ആളുകളാണ് ഏകദേശം മരിച്ചു പോകുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഏകദേശം നമ്മൾ ആളുകൾക്ക് ഏകദേശം ഇപ്പൊ സുബ്ഹാന നമ്മുടെ ഇന്നലെ നമ്മുടെ നാട്ടിൽ ഒരാളെന്ത് ചെയ്തു, അവിടെ പത്തിലെ ഒരു മനാഫ് എന്ന് പറയുന്ന ഒരാള്, മനാഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകനൊന്നല്ല, നമ്മളൊരു അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ്. ആ മനാഫ് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. അതിന്റെ ഭാര്യയോടും മക്കളോടും വളരെ സന്തോഷത്തോടെ സംസാരിച്ച്, ജ്യേഷ്ഠന്മാരൊക്കെ സ്വന്തം റൂമിൽ തന്നെ, അവരോടൊക്കെ വളരെ സൗമ്യമായി സംസാരിച്ച്, സുബ്ഹാനല്ലാഹ് രാവിലെ നോക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, അറ്റാക്ക് വന്ന് മരിച്ചു എന്നാ പറയുന്നത്. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്നലെ ആ സുഹൃത്തിന്റെ ഏടായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, അവർക്ക് ആ മനാഫിനെ കുറിച്ച് ചെറിയൊരു ചിത്രം നമുക്ക് മനസ്സിലായി. എന്താണ് മനാഫ് എന്ന് പറയുന്ന ആള്? ഒരുപാട് അമലൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് വലിയ നിസ്കാരക്കാരനോ അല്ലെങ്കിൽ ഒരുപാട് നോമ്പെടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനൊന്നുമില്ല. അവൻ ചെയ്ത അമല് അവൻ മരിച്ചതിന്റെ ശേഷമാണ് ജനങ്ങൾ അറിയുന്നത്. എന്റെ തൊട്ടടുത്ത നാടാണ്, ഏകദേശം കാട്ടൂരടുത്തുള്ള ആ ഭാഗത്താണ് ഈ മനാഫിന്റെ എന്താണ് സ്ഥലത്തിന്റെ അതിന് കുറച്ചപ്പുറത്തുള്ള രാജ്യക്ക് പേര് ഓർമ്മയുണ്ട്. ആ നാട്ടിലെ പള്ളി ഏകദേശം മുഴുവൻ ചെലവും അവനെടുത്തത്. സ്വന്തമായിട്ട് വീടായിട്ടില്ല അവനിക്ക്, സ്വന്തമായിട്ട് വീട് ഇപ്പോഴും ആയിട്ടില്ല. ആ പള്ളിയുടെ തറയും ഫൗണ്ടേഷനും ഏകദേശം പടികളൊക്കെ എടുത്ത് ചുമര് വേറെ ആരോ കെട്ടിക്കൊടുത്ത് അതിന്റെ ശേഷമുള്ള വർക്കുകൾ ഫുള്ളും വളരെ തുച്ഛമായ ശമ്പളമുള്ള ഈ മനാഫാണ് നിർവഹിച്ചത്. സുബ്ഹാനല്ലാഹ്. ഏകദേശം അവസാനമായപ്പോ പണിക്ക് ഏകദേശം പൂർത്തിയായി. ഇനി വാതില് വെക്കണം എന്ന് പറഞ്ഞപ്പോ പള്ളി കമ്മിറ്റിക്കാര് ചുമ്മാ ചോദിച്ചതാണ്. അപ്പൊ മനാഫ് പറയാ, ഞാൻ ഏറ്റോളാം. ഇപ്പോഴും ആ കടങ്ങൾ ബാക്കി, എന്നിട്ട് ആ കടങ്ങൾ ഫുൾ ആരും വീട്ടാന്ന് തീരുമാനിച്ചു. അവിടെ കൂടെയുള്ള കൂട്ടുകാരും അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരും വീട്ടാന്ന്. അപ്പൊ സഹോദരങ്ങൾ അവർ ചെയ്ത നന്മകളാണ്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏത് സമയത്താണ് മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഇബ്നു നബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 3 ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതേ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്നുകൊണ്ട് ചില മനുഷ്യന്മാരിങ്ങനെ ചിരിച്ചിങ്ങനെ ഉല്ലസിക്കുകയാണ്. ചില മനുഷ്യന്മാർ, ഇപ്പൊ നിങ്ങളെല്ലാവരും സുബ്ഹാനല്ലാഹ് ഈ ജുമുഅന്റെ ടൈം കഴിഞ്ഞു നേരെ നമ്മുടെ ഓഫീസിൽ വന്ന് നിങ്ങൾ അതാ ദിക്റിലും സ്വലാത്തിലും ദുആയിലും അതേ നിങ്ങൾ വ്യാപൃതരാവുകയാണ്. എന്നാൽ മറ്റു ചിലരായ ആളുകളുണ്ട്, അവർ കോർണീഷിലും മറ്റും അവര് പോയി ഇങ്ങനെ അവര് സമയം ഇങ്ങനെ ചെലവഴിക്കുമ്പോ ഇവിടെ നാം ചിന്തിക്കണം. അതേ സഹോദരങ്ങൾ, ഇബ്നു നബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുകയാണ്, ഒരു ഭാഗത്ത് അതാ ചില മനുഷ്യന്മാർ ഇങ്ങനെ ചിരിച്ചിങ്ങനെ ഉല്ലസിക്കുമ്പോ അവരെ ചൂണ്ടിക്കൊണ്ട് ഇബ്നു നബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുകയാണ്, മുടി നരച്ചതായ മനുഷ്യന്മാരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഓ മുടി നരച്ചതായ മനുഷ്യന്മാരെ, നിങ്ങൾ ഒരുപാട് ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരുപാട് കൊല്ലക്കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതില്ല. ഏത് സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മുന്നിലേക്ക് മലക്കുൽ മൗത്തിന്റെ വരവ് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, മുടി നരച്ചതായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത മാങ്ങയെ പോലെയാണ്. അതേ നല്ല പഴുത്ത മാങ്ങ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു കാക്ക വന്നിരുന്ന് കഴിഞ്ഞാൽ പെടുന്നനെ വീട് പോകും. അല്ലെങ്കിൽ ചെറിയ കാറ്റിങ് വീശിക്കഴിഞ്ഞാൽ ഉടനെ വീട് പോകുന്ന തരത്തിലാണ് പഴുത്ത മാങ്ങയെങ്കിൽ അതുപോലെയാണ് മുടി നരച്ചതായ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഏതു സമയത്തും മരണത്തെ മുന്നിൽ കാണേണ്ടതാണ്. അതേ തൊട്ടപ്പുറത്ത് യുവാക്കളായ ആളുകൾ ഇങ്ങനെ ചിരിച്ചുല്ലസിക്കുമ്പോ ഇബ്നു നബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, മുടി നരക്കാത്ത നല്ല യുവാക്കളായ ആളുകളെ,
ഒരുപാട് കൊല്ലക്കാലം നിങ്ങൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതില്ല. ഏത് സമയത്തും നിങ്ങളുടെ മുന്നിലേക്ക് മലക്ക് മൗത്തിന്റെ വരവ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാം. മുടി നരക്കാത്തതാ നല്ല യുവാക്കളായ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല പച്ചമാങ്ങ പോലെയാണ്. നല്ല പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയും മറ്റും നാം തോട്ടിക്കൊണ്ട് നാം പൊട്ടിച്ചിടാറുണ്ട്. അതുപോലെ തന്നെ കല്ലുകൊണ്ട് നാം വീഴ്ത്താറുണ്ട്, അത് വീണു പോകാറുണ്ട്. ഇതുപോലെയാണ് യുവാക്കളായ ആളുകളുടെയും അവസ്ഥ. ഏത് സമയത്തും നമ്മുടെ മുന്നിലേക്ക് മരണം വരാം. തൊട്ടപ്പുറത്ത് ചെറിയ മക്കൾ ഇങ്ങനെ കളിച്ചുല്ലസിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കൊണ്ട് പിന്നിന്റെ വാക്കിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുകയാണ്, ഓ ചെറിയ മക്കളെ, നിങ്ങളും ഒരുപാട് കൊല്ലക്കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതില്ല. ഏത് സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് മരണം വരാം. ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ മച്ചിങ്ങ പോലെയാണ്, ചെറിയ ഉണ്ണിമാങ്ങ പോലെയാണ്. നമ്മുടെ വീട്ടിലെ മാവിന്റെ ചോട്ടിൽ രാവിലെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിമാങ്ങ വീണ് കിടക്കുന്നത് നാം കാണാറുണ്ട്. അതിന്റെ സമയമെത്തുമെന്ന്, അതിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ അത് പൊടിയായി അതാ താഴോട്ട് വീഴുകയാണ്. അതേ മെച്ചിങ്ങ, അതേ തെങ്ങിന്റെ ചുവട്ടിൽ അതേ മെച്ചിൽ വീട് കിടക്കുകയാണ്. അതിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ ഈച്ച കുത്തിയതാ വീടുകയാണ്. അത് പ്രകാരമാണ് ചെറിയ മക്കളുടെയും അവസ്ഥ. ഏത് സമയത്തും നിങ്ങളുടെ മുന്നിലേക്ക് മരണം വരാം. ഏത് സമയത്തും നാം മരണത്തെ മുന്നിൽ കാണണം എന്നാണ് ഇബ്നുൽ ബാത്തിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, സഹോദരങ്ങളെ, അപ്പോൾ നാം മരണത്തെ മുന്നിൽ കാണണം. മരണത്തെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ, അതാണ് റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ മരണത്തെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ തെറ്റിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബായ കിതാബുൽ അദ്കാറിൽ പറയുന്നതായിട്ട് കാണാം, നാം നിസ്കരിക്കുമ്പോ ചില ആളുകൾക്ക് ഇഖ്ലാസ് കിട്ടുന്നില്ല, ഖുശൂഅ് ലഭിക്കുന്നില്ല. അപ്പൊ മഹാനവറുകളോട് സംശയം ചോദിച്ചു, ഉസ്താദ് എങ്ങനെയാണ് ഖുശൂഅ് ലഭിക്കൽ, എങ്ങനെയാണ് ഭയഭക്തി ലഭിക്കൽ? നിസ്കരിക്കുന്ന സമയത്താണ് പല ആളുകൾക്കും ചിന്ത വരല്. സുബ്ഹാനല്ലാഹ്, ബക്കാല നടത്തുന്ന ആളുകൾ, ഇവിടെ ബക്കാലക്കാരുണ്ട്, ഇവിടെ ബക്കാല നടത്തുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്, ആർക്കൊക്കെ കാശ് കൊടുക്കാനുണ്ട്, ഏതൊക്കെ കമ്പനിക്കാർക്ക് കാശ് കൊടുത്ത് ഇവിടുന്ന് കിട്ടാണ്ടെന്നുള്ള കണക്ക് ശരിക്കും അവർക്ക് മൈൻഡില് ശരിക്ക് വരവെപ്പോഴാണ് ആ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതിന് ശേഷമാണ്. ഭിന്നവിയായ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയാണ്, നിങ്ങൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങളും നിങ്ങൾ എടുക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും രാജാവായ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയഭക്തി വേണം, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് വേണമെങ്കിൽ മഹാനവറുകൾ പറയുകയാണ്, ഏത് സമയത്തും നിങ്ങൾ മരണത്തെ ചിന്തിക്കുന്നവരാകണം. ഏത് സമയത്തും നിങ്ങൾ മരണത്തെ ചിന്തിക്കുന്നവരാകണം. എങ്ങനെയാണ് മരണത്തെ ചിന്തിക്കേണ്ടത് എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് മരണത്തെ ചിന്തിക്കേണ്ടത്? ഇപ്പോൾ സഹോദരങ്ങളെ, നാം എല്ലാവരും ഇന്ന് സുബഹി നമസ്കരിച്ചവരാണ്. എന്നാൽ സുബഹി നമസ്കരിക്കുന്ന നാം നമ്മുടെ മനസ്സിൽ വരണം, അതേ രണ്ടാമത്തെ റക്അത്തിൽ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ വരണം, ഇതെന്റെ അവസാനത്തെ സുബഹി നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ സുബഹി നമസ്കാരമാണ്. ദുഹർ നമസ്കരിക്കുമ്പോ അവസാനത്തെ റക്അത്തിൽ സുജൂദ് ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ വരണം, ഇതെന്റെ അവസാനത്തെ ദുഹർ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ ജുമുഅ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ അസ്ർ നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ മഗ്രിബ് നമസ്കാരമാണ്, ഇതെന്റെ അവസാനത്തെ ഇശാ നമസ്കാരമാണ്. ആ രൂപത്തിൽ നാം ചിന്തിക്കുന്നവരാകണം. ഏത് സമയത്തും മരണം വരാം, ഏത് സമയത്തും മരണം മുന്നിലേക്ക് വരാം. അപ്പൊ മരണത്തെ മുന്നിൽ കണ്ട് നാം ജീവിക്കുമ്പോ അല്ലാഹു തആല നാം ചെയ്തു പോയ മുഴുവൻ പാപങ്ങൾ പൊറുക്കാനും ജീവിതം നന്നാകാനും കാരണമാവുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ റജബ് മാസമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്യുന്നവരാകണം. നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാകണം. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഫജ്തഹിദു റഹിമഹുല്ലാഹു തആല ഫീ റജബ് ഫഇന്നഹു മുസ്മു തിജാറ വഅമലു ഔഖാതകും ഫീഹി വഅവാനിൽ ഇമാറ വമൻ കാന മിൻ التجارة فهو المواسم قد فضل
റജബിന്റെ ബഹുമാനം ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഈ റജബ മാസമായി കഴിഞ്ഞാൽ ഒരുപാട് ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെല്ലുമ്പോ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുമ്പോ ഫഹാദിഹിൽ മുവാസമു ഖദ് ദഖലത് വമൻ കാന മരീദൻ ബിൽ ഔദാരി ഫഹാദിൽ ഔദിയത്ത് ഖദ് ഹുമിലത്. നിങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാകുമ്പോ അല്ലാഹു തആല നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങൾ പൊറുക്കാൻ കാരണമാവുകയും നല്ലതിലേക്കുള്ള ഒരു പ്രേരണ ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് അല്ലാഹു തആല തരാൻ കാരണമാവും എന്ന് മഹാനോട് പറയുകയാണ്. എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ, വഖാല വഹബ് ബിൻ മുനീബ, മഹാനവൽ പറയാണ്, ജമീഉൽ അൻഹാരി ദുനിയാ തസ്ബിറു സുബിറ ഫീ റജബിൻ തഅദീമൻ ലിഹാദ ശഹരി. ഈ റജബ് മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ് നിങ്ങൾ റജബ് മാസത്തെ ബഹുമാനിക്കേണ്ടത്? വഖറഅതു ഫീ കിതാബിൽ മുനസ്സല മിനൽ ഇസ്തിഗ്ഫാർ ഫീ റജബിൽ ബിൽ ഗദാതി വൽ അശി യർഫഉ യദിഹി വയഖൂൽ اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي. ഈ റജബ് മാസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്? മഹാനവർ പറയാണ്, اللهم اغفر لي وارحمني وتب علي. ഒരു മനുഷ്യൻ 70 മറ, ഒരു മനുഷ്യൻ 70 പ്രാവശ്യം ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ ലം തമസ്സന്നാറു ലഹു ജിൽദാ ഒരിക്കലും നിങ്ങൾക്ക് നരകം സ്പർശിക്കൂല. ഒരിക്കലും നിങ്ങൾ നരകം സ്പർശിക്കൂല എന്ന് ആര് പറയണം? മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയും. എന്ത് പറഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വറഹ്മനി വതുബ് അലയ്യ എന്നുള്ള ഇസ്തിഗ്ഫാർ നിങ്ങൾ 70 പ്രാവശ്യം ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകം സ്പർശിക്കൂല. അത്രക്ക് വലിയ ബഹുമാനമാണ്. എന്നിട്ട് മഖാലിൽ ഇമാം ഖുത്ബ് റബ്ബാനി സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർ പറയാണ്, നിങ്ങൾ അതേ ഈ പരിശുദ്ധ റജബ് മാസം ആഗതമായിട്ട് നിങ്ങൾ ഒരുപാട് ദുആ ചെയ്യുന്നവരായി കഴിഞ്ഞാൽ ഇന്ന മിമ്മാ യതതല്ലബ യുദാ ബിഹി ഫി അവ്വലി ലൈലത്തിൽ ഫീ റജബിൽ ഹാദ ദുആ. ഈ റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ ദുആ മഹാനവർ പറയുന്നുണ്ട്. ആ ദുആ വലിയ ദുആ ആണെങ്കിലും ആ ദുആ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ അദ്കാറിലും അതുപോലെ തന്നെ നമ്മുടെ സുന്നി മന്ദിലുണ്ട്, അതിൽ ആ ദുആ കാണാം. ആ ദുആ ഒരു മനുഷ്യൻ നടത്തുകയാണെങ്കിൽ അവർക്ക് പാപമോചനവും ആ റജബ് മാസത്തിൽ ദുആ ചെയ്തതിന്റെ പ്രതിഫലമായി അവർക്ക് അല്ലാഹു തആല വലിയ ദറജ കൊടുക്കാൻ കാരണമാകും എന്ന് മഹാനായ ഇമാം ഖുത്ബ് റബ്ബാനി അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർ പറയാണ്. അങ്ങനെ ഒരുപാട് ദുആ ഇവിടെ എടുത്ത് പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ആകെ തുക എന്താണ്? പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് ആഗതമാണ്. പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് ആഗതം. ഇപ്പൊ എന്താ റജബ് എത്ര നിങ്ങൾക്ക് അറിയും? 8. ഇന്ന് എത്ര തീയതി? പള്ളിയിലെട്ടത്. അപ്പൊ റജബ് മാസം നമുക്ക് പറഞ്ഞൊരു താല്പര്യം എന്താണ്? റജബ് മാസം നമ്മളിലേക്കായി. ഇനി റജബ് മാസം അടുത്ത കൊല്ലം നമ്മുടെ റജബിലുണ്ടാവോ? ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അടുത്ത കൊല്ലം നമ്മുടെ റജബിലുണ്ടാവോ? ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നാം നീങ്ങുന്നവരാകണം. സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് പറയാനുണ്ട്, അതേ മറ്റുള്ള മാസങ്ങളിൽ റജബ് മാസം ആയപ്പോ എന്തെങ്കിലും അമല് നാം പുതിയതായി ചെയ്യുന്നവരാകാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു അമല്. ഉദാഹരണം പറയാം. ഇപ്പൊ നാം എല്ലാവരും നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഏകദേശം മഗ്‌രിബിനൊക്കെ പള്ളി പോകുമ്പോ ആ പള്ളിയിൽ ചില ചെറിയ മക്കളും അതുപോലെ തന്നെ താലിമീങ്ങളൊക്കെ ചിലപ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അറിയില്ല, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതെത്ര ആളുകൾ ദിവസം ചെല്ലുന്നവരുണ്ട്? അതിന്റെ ബഹുമാനം എത്രയാ? അതിന്റെ ബഹുമാനം എത്രയാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ അറിയില്ലേ, നാം മക്കയിലേക്ക് പോകുമ്പോ ഏകദേശം ഖസീം കഴിഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ഗവൺമെന്റ് സ്ഥാപിച്ചതായ ബോർഡുകളിലൊക്കെ കാണാം നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതിന്റെ ബഹുമാനമാണ് അവർ എഴുതിയിട്ടുള്ളത്.
അത് റോട്ടിലിങ്ങനെ വലിയ ബോർഡിലിങ്ങനെ കാണാൻ വെക്കും. അതാണ് അതിന്റെ ബഹുമാനം. ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ വല്ലാത്ത എളുപ്പവും ഒരു മനുഷ്യന്റെ നാവ് കൊണ്ട് പറയാൻ വല്ലാത്ത എളുപ്പമാണ്. അത് പറഞ്ഞവന് ചൊല്ലിക്കഴിഞ്ഞാലോ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് അറ്റമില്ല. ഈദാനെന്ന് പറയുന്ന തുലാസിൽ അതിനേക്കാൾ ഭാരമുള്ള വേറൊന്നുമില്ല. അത്രക്കും വലിയ ബഹുമാനം. ഈ റജബ് മാസത്തിൽ നാം നിയ്യത്ത് ചെയ്യണം. ഇന്ന് മുതലേക്ക് ഞാൻ ദിവസവും 10 പ്രാവശ്യം, കൂടുതലൊന്നും വേണ്ട, കൂടുതൽ വിരാമം ചെയ്യൂല, ദിവസം ചെയ്യണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് ഏറ്റവും നല്ല ടൈം. ഇന്ന് മുതൽക്ക് നാം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണത് ഈ റജബ് മാസം എന്നിലേക്ക് ആഗതമായി ഒരു അമൽ, ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു ഇസ്തിഗ്ഫാർ ഇന്ന് മുതൽക്ക് ഞാൻ പതിവാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് നാം ചൊല്ലുന്നവരാകണം സഹോദരങ്ങളെ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇപ്പൊ ഏകദേശം ആളുകൾ വല്ലാത്ത രീതിയിലാണ്. എന്താണ് മക്തബുല്ലാവിന്റെ കാശികൾ കൂടോ. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു മക്തബുല്ലാവിന്റെ കാശ് ഏകദേശം എടുത്തളയാകുമ്പോ അങ്ങനെ ആക്കട്ടെ, ആ രൂപത്തിൽ ചർച്ച വരും. അപ്പൊ ഇരിക്കട്ടെ, നാം ജോലി ചെയ്യുന്ന കടകളിലും നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ബർക്കത്ത് വേണ്ടേ? അവർക്ക് ബർക്കത്ത് ഉണ്ടായില്ലല്ലോ, നമുക്ക് ബർക്കത്ത് ഉണ്ടാവും. ഉദാഹരണത്തിന് പറയാം, ഞാൻ ബക്കാലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എന്റെ മനസ്സിൽ ഏകദേശം മഗ്‌രിബിന്റെ ടൈം ആകുമ്പോ കസ്റ്റമർ ഇങ്ങനെ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ഡ്രൈവർമാരായ ആളുകളാണെങ്കിലും നിങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നാവിങ്ങനെ ചലിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ബഹുമാനം എത്രയാണ്. നാം ചെല്ലുന്ന ആ സ്ഥാപനത്തിൽ എത്ര ബർക്കത്താണ്. അപ്പൊ നാം ഒന്ന് ചെയ്യുക, ദിവസവും 10 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ നാം പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഒരൊറ്റ സംഭവം പറയാം. റജബ് മാസത്തെ നിങ്ങളോട് ഇത്ര പറഞ്ഞില്ലേ, എന്താണ് റജബ് മാസത്തെ ബഹുമാനിച്ചുള്ള പ്രതിഫലം എന്താ നിങ്ങൾക്കറിയാം? ഇമാം സുയൂത്തി അവിടുത്തെ ഒരു ചരിത്രം പറയുന്നതായിട്ട് കാണാം. ഒരു ഉമ്മാം എന്ത് ചെയ്തു? ഒരു ഉമ്മ പ്രായം ചെന്ന ഉമ്മ റജബ് മാസമായപ്പോ ഉമ്മ എന്ത് ചെയ്തു? റജബ് മാസല്ലേ വന്നിട്ടുള്ള സുബ്ഹാനല്ലാഹ്, പുതിയ വസ്ത്രം സൂഖിൽ നിന്ന് മേടിച്ചു. ഒരു പുതിയ വസ്ത്രം ഉമ്മ എന്ത് ചെയ്തു? റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഉമ്മാം എന്ത് ചെയ്തു? വസ്ത്രം മേടിച്ചു. എന്നിട്ട് ആ പുതിയ വസ്ത്രം ധരിച്ചു. റജബ് മാസത്തെ ബഹുമാനിച്ചിട്ടുണ്ടോ? റജബ് മാസത്തെ ബഹുമാനിച്ച് പുതിയ വസ്ത്രം ധരിച്ചു. ആ വസ്ത്രത്തിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ് ഉമ്മാമ. അങ്ങനെ സുബ്ഹാനല്ലാഹ് ചെറിയ മോനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഉമ്മ. ആ ഉമ്മ പറയാണ്, മോനെ, അഥവാ ഞാൻ ഈ റജബ് മാസത്തിൽ മരിക്കുകയാണെങ്കിൽ എന്റെ മോൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഞാൻ ധരിച്ചതായ വസ്ത്രത്തിലായിരിക്കണം എന്റെ മകൻ എന്നെ കഫം ചെയ്യേണ്ടത്. ഉമ്മ എന്ത് ചെയ്തു? മകനോട് വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഉമ്മ വസിയത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോ ആ ഉമ്മ മരിച്ചുപോയി. ആ നാട്ടിലെ വലിയ പണക്കാരനാണ് ഈ മകൻ, ധനാഢ്യനാണ് ഈ മകൻ. സുബ്ഹാനല്ലാഹ്, നാനാ തുറകളിൽ നിന്ന് ജനങ്ങളിങ്ങനെ വരികയാണ്, ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മ പറഞ്ഞ വസിയത്ത് മകൻ ചിന്തിക്കുകയാണ്. ഞാൻ ഈ ഉമ്മ പറഞ്ഞ പോലെ വസിയത്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് കുറവാണ്. കാരണം എന്താ? ഈ നാട്ടിൽ വലിയ ധനാഢ്യനാണ് ഞാൻ. ഈ പഴയ തുണി കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കഫൻ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ എന്ത് പറയും? അത് കാണുന്ന ആളുകൾ എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മകൻ പുതിയ വസ്ത്രം അവിടുന്ന് പുതിയ വസ്ത്രത്തിൽ അത് കഫൻ ചെയ്തു. അങ്ങനെ കഫൻ ചെയ്ത് അങ്ങനെ ഉമ്മാനെ മറവ് ചെയ്തു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു വീട്ടിലേക്ക് പോയി. മകനതാ അന്ന് രാത്രി പാതിരാ സമയമാകുമ്പോ ഈ മകൻ ഉമ്മാനെ സ്വപ്നം കാണുകയാണ്. ഉമ്മദാ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യാന്റെ കുഞ്ഞുമോനെ, നീ എന്റെ വക്തത്വം ലംഘിച്ചുവല്ലോ, നീ ലംഘിച്ചുവല്ലോ. ഞാൻ പറഞ്ഞതായ കരാർ നീ നടപ്പിലാക്കാത്തതിന്റെ പേരിൽ
എനിക്ക് നിന്നോട് വല്ലാത്ത വെറുപ്പാണ്. ഈ മകൻ ഈ ഉമ്മാനെ ഈ പറയുന്നതായ രൂപത്തിൽ ഈ സ്വപ്നം ശരിക്കിങ്ങനെ ദർശനങ്ങൾ ഈ കാര്യം ഉമ്മ പറഞ്ഞത് വല്ലാത്ത വേദനയോടെ ഈ മകൻ അതാ കേട്ട് അവിടുന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റതിന് ശേഷം ഈ മകനതാ പിക്കാസുമായി കൊണ്ട് കൈക്കോട്ടുമായി നേരെ പള്ളിക്കാട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് ഉമ്മ ധരിച്ചതായ ഈ കഫൻതുടിയുമായി ഈ റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് ഈ വസ്ത്രത്തിനെ എടുത്തുകൊണ്ട് മകനതാ പള്ളിക്കാട്ടിലേക്ക് ഓടുകയാണ്. അങ്ങനെ പള്ളിക്കാട്ടിലേക്ക് എത്തി. പള്ളിക്കാട്ടിലേക്ക് എത്തിയതിനു ശേഷം മകനതാ ഖബറിങ്ങനെ കുടിക്കുകയാണ്. അങ്ങനെ മൂട് വലക എടുത്തു നോക്കുമ്പോൾ ഉമ്മാനെ കാണുന്നില്ല ഖബറിൽ. ഇന്ന് രാത്രി ഇന്ന് പകല് കുഴിച്ചിട്ടതാണ്. പകല് മറപാടി ഉമ്മാനെന്ത് ചെയ്യുന്നില്ല. രാത്രിയാകുമ്പോ ഉമ്മാനെ ഖബറിൽ കാണുന്നില്ല. ആ മകനതാ അട്ടഹസിച്ച് ഇങ്ങനെ കരയുകയാണ്. പള്ളിക്കാട്ടിൽ ഇങ്ങനെ കരയുകയാണ്. സുബ്ഹാനല്ലാ, സമയത്താണ് ഒരു അശരീരി അവിടുന്ന് മടങ്ങുകയാണ്. ഓ മകനെ, വല്ല ഒരുത്തൻ റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് എന്തെങ്കിലും അമൽ ചെയ്താൽ അവനെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് കിടത്തുകയില്ല. അപ്പൊ സഹോദരങ്ങളെ, ഈ റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് എന്തെങ്കിലും ഒരു അമല് നാം ഈ മാസത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുക.